ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ ദിയ മോളിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും അതുപോലെ തന്നെ രാഹുൽ മിസ്സിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുമായിട്ടാണ്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ദിയ ഫാത്തിമയുടെ മിസ്സിങ് കാര്യങ്ങളും എല്ലാം അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ജുനൈദാണ് ഇതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടും രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലേക്കും ജുനൈദിൻ്റെ ഇത് ഒരുപാട് ആളുകൾ പറയുന്നതായിട്ട് കേട്ടു. അങ്ങനെയാണ് ഞാൻ അടുത്തിടയ്ക്ക് ജുനൈദിൻ്റെ വീഡിയോസൊക്കെ കാണാനിടയായത്. അങ്ങനെയാണ് ജുനൈദിൻ്റെ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ദിയ ഫാത്തിമയുടെ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ ഇടയായത് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ടും ജുനൈദാണ് ഇതിന് വേണ്ടിയിട്ട് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്, ദിയ മോളെ കണ്ടുപിടിക്കാനായിട്ട് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നതൊക്കെ അറിയാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജുനൈദിൻ്റെ വീഡിയോ ഒക്കെ സെർച്ച് ചെയ്യുകയും അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയുകയൊക്കെ ചെയ്തു. അപ്പോൾ ദിയ ഫാത്തിമയെ അടുത്ത് തന്നെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ജുനൈദിൻ്റെ കൂടുതൽ വീഡിയോകളൊക്കെ കാണാൻ ഒരു താല്പര്യം. അങ്ങനെ ഞാൻ കുറേ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജുനൈദിൻ്റെ ഓരോ വീഡിയോകളും കാണാൻ വേണ്ടിയിട്ട് ഇന്ന് ജനങ്ങൾ ഒരുപാട് കാത്തിരിക്കുകയാണെന്നുള്ളത് മനസ്സിലായി. അതുപോലെ തന്നെ ദിയ ഫാത്തിമയെ കുറിച്ചിട്ടുള്ള പുതിയ പുതിയ അപ്ഡേഷനും കാര്യങ്ങളും ഒക്കെ ജുനൈദ് അപ്പോൾ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണാനിടയായപ്പോഴാണ് എനിക്ക് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. പിന്നെ ഞാൻ ദിയ ഫാത്തിമയെക്കുറിച്ച് 2-3 വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ കൂടുതലായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. സോഷ്യൽ മീഡിയയിലൊക്കെ ജുനൈദിൻ്റെ ഇത് എല്ലാം ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇറങ്ങി തിരിച്ചതെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കൂടുതലായിട്ടും അതിലോട്ട് ഇറങ്ങി. അപ്പോഴാണ് എനിക്ക് ഇതൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അങ്ങനെ ഞാൻ കൂടുതലായിട്ട് അന്വേഷിച്ചു. അങ്ങനെ ഞാൻ ഈ അടുത്ത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ജുനൈദ് ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഇതെല്ലാം എനിക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെയാണ് ഞാൻ ദിയ ഫാത്തിമയെക്കുറിച്ചൊക്കെ അറിഞ്ഞത്. പിന്നെ രാഹുൽ മിസ്സിങ് കേസാണെങ്കിൽ ഒരുപാട് 2005 രാഹുൽ മിസ്സിങ് ആവുന്നത്. അന്ന് മുതൽ രാഹുലിനെ കുറിച്ച് ഒരു വിവരമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ രാഹുലിനെ കുറിച്ചിട്ടുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. രാഹുൽ CBI കേസ് ഉണ്ടായിരുന്നു. CBI അന്വേഷിച്ചു. അതുപോലെ തന്നെ പല ആളുകളും പല പോലീസുകാരും അന്വേഷിച്ചു. പക്ഷെ ഒരു എത്തും തുമ്പും കിട്ടിയില്ല. 2015 ആ കേസ് അവസാനിപ്പിച്ചു, ക്ലോസ് ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ അടുത്ത് ഞാൻ ഒന്നുകൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ ഇപ്പോൾ ദിയ ഫാത്തിമയെ കാണാതായിട്ട് 8 വർഷത്തോളമായി. അപ്പോൾ ഇതിൻ്റെ പേരിൽ ദിയ ഫാത്തിമയെക്കുറിച്ച് ജുനൈദ് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങളും ഓരോന്നും അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ജുനൈദ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ രാഹുലിൻ്റെയും ചില കേസ് അല്ല, കണ്ടെത്താനുള്ള പല വഴികളും ജുനൈദ് ഏറ്റെടുത്തു എന്ന് അറിയാൻ സാധിച്ചു. ജുനൈദ് പോലീസോ CBI ഒന്നുമല്ല, എങ്കിൽ കൂടെ ഇതൊക്കെ കണ്ടുപിടിക്കാൻ പോകുന്നു എന്നൊരു ഇത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇത് തോന്നി, സന്തോഷം തോന്നി. ഒരാളിനെ കുറിച്ച് മാത്രമല്ല, മിസ്സിംഗ് ആയ രാഹുലിനെ കുറിച്ചും അന്വേഷിക്കാനിരിക്കുകയാണ് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ ജുനൈദിൻ്റെ ഞാൻ ഒരുപാട് വീഡിയോകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ജുനൈദിൽ നിന്നും എനിക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അപ്പോൾ ഈ അടുത്താണ് രാഹുലിൻ്റെ കാര്യങ്ങളും ജുനൈദ് അന്വേഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ 2005 രാഹുലിനെ മിസ്സാവുന്നത്. അതിനുശേഷം യാതൊരു വിവരവും ഇല്ല. അതിനിടയ്ക്ക് രാഹുലിൻ്റെ അച്ഛൻ അർബുദം ബാധിച്ചു. പിന്നെ എന്തോ ആത്മഹത്യ ചെയ്തു എന്നൊക്കെയാണ് കാണാൻ സാധിച്ചത്, ജീവനൊടുക്കി എന്നൊക്കെയാണ് കാണാൻ സാധിച്ചത്, ന്യൂസിലൊക്കെ കാണാൻ സാധിച്ചത്. അതൊക്കെ ഭയങ്കര വിഷമം തോന്നിയൊരു വാർത്ത തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയും വർഷമായിട്ട് ഒരു വിവരവുമില്ല, രാഹുലിനെ കുറിച്ച് ഒരു വിവരവുമില്ല. അപ്പോൾ അത് എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കണ്ടെത്താം എന്നൊരു ഇതിൽ ജുനൈദ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ജുനൈദിന് അതിനുള്ളൊരു ഇത് കൊടുക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഫാത്തിമ മോളെയും എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ജുനൈദ് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് തിരക്കും കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ദിയ ഫാത്തിമയുടെ കാര്യത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ദിയ ഫാത്തിമയെ എത്രയും പെട്ടെന്ന് കിട്ടുന്നത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ദിയ ഫാത്തിമയുള്ള കണ്ടെത്തൽ ഒരിക്കലും പാഴാകില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലെ തന്നെ നമ്മുടെ മക്കളെ ഇപ്പോൾ കാണാതാകുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ബന്ധുക്കാരെയും ഒന്നും അറിയിക്കാതെ ഫസ്റ്റ് തന്നെ നമ്മൾ ഒന്നില്ലെങ്കിൽ പോലീസിനെ അറിയിക്കുക. ദിയ മോൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, രാവും പകലും ഇല്ലാതെ ആ മോൾക്ക് വേണ്ടി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ള അപ്ഡേഷൻ ജുനൈദ് വീഡിയോയിൽ പങ്കുവെക്കാറുണ്ട്. ഇപ്പോൾ വന്ന ഒരു ഇത് ആണെങ്കിൽ ദിയ മോളെ അടുത്ത് തന്നെ കിട്ടും എന്നൊരു പ്രതീക്ഷയാണ് വന്നേക്കണത്. അപ്പോൾ നമുക്ക് ആ മോളെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അതുപോലെ തന്നെ ജുനൈദിന് അതിനുള്ള ശക്തിയും ത്രാണിയും കൊടുക്കട്ടെ എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. എത്രയും പെട്ടെന്ന് ആ മോളെ കിട്ടട്ടെ. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ആ മോളെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ പോലീസിൻ്റെയൊക്കെ അനാസ്ഥ കൊണ്ടാണ് കുറേ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ജുനൈദ് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതും ജുനൈദിന് ആ ഒരു ഇത് കൊടുക്കട്ടെ, ആ ഒരു ശക്തി കൊടുക്കട്ടെ. ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് ജുനൈദ് ഈ ഒരു ഇതിലെത്തിയിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് രാഹുലിനെയും അതുപോലെ തന്നെ നമ്മുടെ ദിയ ഫാത്തിമയും കണ്ടെത്തട്ടെ എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാം. കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞിനെ മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോലീസിനെ ഇൻഫോം ചെയ്യുക. അത് കഴിഞ്ഞ് ഉടനെ നമ്മൾ ഇപ്പോൾ ബന്ധുക്കാരും സ്വന്തക്കാരും അറിയിക്കുന്ന ആ സമയം കൊണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ പോലീസിനെ ഇൻഫോം ചെയ്യുക. അത് കഴിഞ്ഞ് ഉടനെ നമ്മൾ ചെയ്യേണ്ടത് ജുനൈദ് നമ്പിലത്ത് എന്ന് പറയുന്ന വ്യക്തി ആയിട്ട് ഇവർ കുറച്ച് പേരായിട്ട് ഒരു ശൃംഖലയുണ്ട്. ഓരോ നാട്ടിലും ഓരോ ജില്ലകളിലും ഇവരുടെ വലിയൊരു ശ്രേണി തന്നെയുണ്ട്. ആ ശ്രേണിയിൽ നമ്മൾ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞിനെ കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ അവർ അത്രയും ഇതായിട്ടാണ് അവർ ചെയ്യുന്നത്. ഓരോ ജില്ലകളിലും ഇവരുടെ ഓരോരോ ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ നമ്മൾ ജുനൈദ് നമ്പിലത്തോട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്കത് കിട്ടാൻ സാധിക്കും. ജുനൈദിൻ്റെ യൂട്യൂബ് പേജ് നോക്കിയാൽ തന്നെ അറിയാം, ജുനൈദിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ശ്രേണിയായിട്ട് ബന്ധപ്പെടണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അതിനൊരു ഇത് കണ്ടെത്തി നമ്മളെപ്പോഴും ഈ ഒരു നമ്പർ നമ്മുടെ കൈവശം വെക്കുന്നത് നല്ലതായിരിക്കും. പെട്ടെന്നുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നതാണെങ്കിൽ ഒന്നില്ലെങ്കിൽ പോലീസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതാണ് നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കണം. അത് ഓരോ പേരൻസും ഈ ഒരു ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ അടിപതറാതെ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ പോലീസ് ഈ ഒരു ശൃംഖല എന്ന് പറയുന്നത് പോലീസിനും ഒരുപാട് ഉപകാരപ്പെടും. ഇവരുടെ ഓരോ ഇൻഫോമും പോലീസിനും അത് അവർക്ക് പ്രതികളെ കണ്ടെത്താനുള്ള അവർക്കും വളരെയധികം അവർക്കും ഇതൊരു പ്രയോജനകരമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇത് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. നമ്മളെപ്പോഴും ഈ ഒരു നമ്പർ നമ്മുടെ കൈവശം വയ്ക്കുക. നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു മിസ്സിംഗ് കേസോ വല്ലതും നമ്മുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കത്തോ നമ്മുടെ കുടുംബത്തിലോ നടക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇത് ചെയ്യുകയാണെങ്കിൽ അത് പോലീസിനും സഹായകരമായിരിക്കും. അതുപോലെ തന്നെ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ കിട്ടാനുള്ള ഏറ്റവും വലിയൊരു സൊല്യൂഷനാണ്. അപ്പം നിങ്ങളിത് ഒരിക്കലും മറക്കരുത്. ഓരോ പേരൻസിനോടും എനിക്ക് ഇതാണ് പറയാനുള്ളത്. അപ്പം നിങ്ങളിതെല്ലാം മനസ്സിൽ വെക്കുക. എന്നിട്ട് ഇങ്ങനെയുള്ള ഇത് ചെയ്യുക. ഇങ്ങനെ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ പതറാതെ മുന്നോട്ട് പോവുക. എനിക്ക് പിന്നെ ജുനൈദിനോട് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. ഉള്ളു തുറന്ന് വെട്ടിത്തുറന്ന് സംസാരിക്കുന്നവനെ ആളുകൾ വെറുക്കും. എല്ലാം ഉള്ളിലൊതുക്കി നിശബ്ദനായി നിൽക്കുന്നവനെ ജനങ്ങൾ സ്നേഹിക്കും. അതാണ് ലോകം. അപ്പോൾ മുന്നോട്ട് പോവുക, തളരാതെ മുന്നോട്ട് പോവുക. ഞങ്ങളെല്ലാവരും ഉണ്ട് കൂടെ. ജുനൈദിൻ്റെ താങ്ങും തണലുമായി ഒരു കൂട്ടം ജനങ്ങളുണ്ട്. ഒരു കൂട്ടമല്ല, ഈ സമൂഹം തന്നെ ജുനൈദിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ തളരാതെ മുന്നോട്ട് പോവുക. ഞങ്ങളെല്ലാവരും ജുനൈദിനൊപ്പം ഉണ്ട്. ഈ മക്കളെ കണ്ടെത്തുന്നതിൽ ഞങ്ങളും ഒരു പങ്കാളികളാണ്. അപ്പോൾ മക്കളെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ ജുനൈദിന് ആ ശക്തി കൊടുക്കട്ടെ. അപ്പോൾ ജുനൈദ് തളരാതെ മുന്നോട്ട് പോവുക. പിന്നെ ജുനൈദ്, നിങ്ങൾ നിശബ്ദത പാലിക്കുമ്പോൾ നിങ്ങളെ എങ്ങനെ ആക്രമിക്കുന്നോ എവിടെ നിന്ന് ആക്രമിക്കുന്നോ എന്നറിയില്ല. അപ്പോൾ തളരാതെ തൻ്റെ ഇടത്തോടുകൂടി മുന്നോട്ട് പോവുക. ഞങ്ങളെല്ലാവരും ഒപ്പമുണ്ട്. തളരാതെ മുന്നോട്ട് പോകാനുള്ള ആഫിയത്തും ആയുസ്സും അള്ളാഹു നിങ്ങൾക്ക് തരട്ടെ. അതുപോലെ തന്നെ ഒരുപാട് ഉമ്മമാരുടെയും ഒരുപാട് സഹോദരിമാരുടെയും ഒരുപാട് സഹോദരങ്ങളുടെയും അച്ഛൻ്റെയും എല്ലാവരുടെയും പ്രാർത്ഥനയും ഇത് എല്ലാം ഉണ്ട്. അപ്പോൾ ആരുടെയെങ്കിലും പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കട്ടെ. അപ്പോൾ ജുനൈദിന് ചെയ്യാനുള്ള എല്ലാ പ്രവർത്തനമുള്ള ശക്തിയും ത്രാണിയും എല്ലാം
എല്ലാം ദൈവം അല്ലെങ്കിൽ അള്ളാഹു തരുക തന്നെ ചെയ്യും. അതുകൊണ്ട് തളരാതെ തൻ്റെ ഇടത്തോടുകൂടി ജുനൈദ് മുന്നോട്ട് പോവുക. ഈ എന്തായാലും ജുനൈദിൻ്റെ ഈ സ്വപ്നത്തിന് ഒരു ഫലം കണ്ടെത്തുക തന്നെ ചെയ്യും. സ്വപ്നത്തിൻ്റെ പുറത്താണ് ജുനൈദ് ഈ ഒരു അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ സ്വപ്നം ഒരിക്കലും നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഇതല്ല. അള്ളാഹു എന്തോ ഒരു ഇതിൻ്റെ പേരിൽ കൊടുക്കുന്ന ഒരു ഇതാണ് സ്വപ്നം എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും നമുക്ക് നടന്നതായിട്ട് തോന്നുന്ന ഒരു ഇതാണ് സ്വപ്നം. അപ്പോൾ ആ സ്വപ്നത്തിൽ ഇത് എന്തായാലും ജുനൈദിന് അത് നേടാൻ കഴിയട്ടെ, ആ സ്വപ്നം പാഴാകാതിരിക്കട്ടെ, ആ സ്വപ്നം എന്തായാലും ഫലിക്കട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ജുനൈദിന് സപ്പോർട്ട് ചെയ്യുക. ജുനൈദ് ഒറ്റയ്ക്കല്ല എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നിക്കും. ഇത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ജുനൈദിൻ്റെ കൂടെ നിൽക്കുക. ആ മക്കളെ എത്രയും പെട്ടെന്ന് കിട്ടാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ജുനൈദിൻ്റെ ഒപ്പം നമുക്ക് ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോവാം. എത്രയും പെട്ടെന്ന് ദിയ ഫാത്തിമയെയും അതുപോലെ തന്നെ രാഹുലെയും കണ്ടെത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബായ്.